വലിയൊരു ശബ്ദം, പിന്നെ കാണുന്നത് പുകയാണ്. നമ്മുടെ കോർപ്പറേഷനിൽ നിന്ന് ഫ്യൂമിഗേഷൻ ടീം വന്ന് കൊതുകിനെ ഓടിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ഈ മഴ സീസണിൽ ഡെങ്കുപ്പനി വല്ലാണ്ട് സ്പ്രെഡ് ആകുന്നുണ്ട്. ഇതെല്ലാത്തിൻ്റെ ഉറവിടം കൊതുകാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കൊതുകിനെ ഓടിക്കാനായിട്ട് അവർ ഫ്യൂമിഗേഷൻ ചെയ്യുവാണ്. അതിൻ്റെ ആൾക്കാരാണ് വന്ന് ചെയ്യുന്നത്. ഓരോ ലൈനിൽ കയറി ഇറങ്ങി ഫ്യൂമിഗേഷൻ ചെയ്ത് പോവുകയാണ്. നമ്മുടെ ഇവിടെ കോർപ്പറേഷനിൽ നിന്നുള്ള ആൾക്കാർ വരും വീട് ചെക്കിങ്ങിനായിട്ട്. പറമ്പിലും വീടിൻ്റെ പരിസരങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ ചിരട്ടയിലോ ചട്ടിയിലോ ഒക്കെ വെള്ളം പൂൾ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും അവർ കമത്തിക്കളയും. വളരെ നല്ല ഇനീഷ്യേറ്റീവാണ് എടുത്തിരിക്കുന്നത്. ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇന്നൊരു തെളിവുണ്ട്. പറമ്പും വീടിൻ്റെ പരിസരവും മുഴുവൻ വല്ലാണ്ട് വൃത്തികേടായി. അപ്പോൾ ഇന്ന് കിട്ടിയ അവസരം കളയാതെ ഞങ്ങളിതൊന്ന് വൃത്തിയാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കൃത്യം രാവിലെ 6:30-ക്ക് ചേട്ടൻ എത്തിയിരിക്കും. അരുവിക്കര പുള്ളിക്ക് ഒരു ദൂരമേയല്ല. വന്നാൽ പിന്നെ നിർത്തില്ല, കണ്ടിന്യൂസ് പണിയാണ്. മഴയത്ത് നമ്മുടെ ചെടികളെല്ലാം അങ്ങ് തഴച്ചു വളർന്നു. പലതിനെ ഞാൻ മട്ടം വെട്ടിക്കളയാണ്. ചേട്ടൻ തറയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെടികളെല്ലാം നോക്കും. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ പണി ഒന്നിച്ചങ്ങ് തീർക്കും. വല്ലാത്ത കാറ്റായിരുന്നല്ലോ, അതുകൊണ്ട് വാഴയുടെ കൈകളെല്ലാം ഒടിഞ്ഞു തൂങ്ങി. അതുമെല്ലാം നമ്മൾ മുറിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഞാനും ചേട്ടനും കൂടെ പറമ്പൊക്കെ അങ്ങ് വൃത്തിയാക്കിയെടുത്തു. പ്ലാവിൻ്റെയും മാവിൻ്റെയും എല്ലാം കരികലകൾ കുന്നുകൂടി കിടപ്പുണ്ട്. പിന്നെ ഇന്ന് ഉണക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങളിതെല്ലാം വാരിയെടുത്ത് തീക്കകത്തിടുകയാണ്. നമ്മുടെ റിങ്ങിനകത്ത് ഇവിടെ ഉള്ള കരികളെയും ബാക്കി വെട്ടിയ സാധനങ്ങളെല്ലാം കൊണ്ടിട്ട് കത്തിക്കുകയാണ്. ഈ കിട്ടുന്ന ചാരമൊന്നും നമ്മൾ വെറുതെ കളയില്ല. നമ്മുടെ കപ്പയ്ക്കും ചേനയ്ക്കും ഒക്കെ വളമായിട്ടിടുന്നതും ഇതാണ്. ഈ കൂടെ തന്നെ നമുക്കുണ്ടായിരുന്ന കപ്പയെല്ലാം പെടന്നുപോയി കാറ്റത്ത്. അതുകൊണ്ട് അതെല്ലാം വെട്ടിയെടുത്തു. അതിൻ്റെ കൂടെ പെടന്ന വാഴ, അതിൻ്റെ കൊലയും വെട്ടി. കിട്ടാലേ, ഇന്ന് എനിക്ക് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്നത്തേക്ക് അങ്ങ് കറി വെക്കാമല്ലോ. ഇതെല്ലാം പെറുക്കി കൊണ്ടുപോവാ. കുഴപ്പമില്ല കേട്ടോ, ഇത്രയും കൂടെ ഉള്ളു. ഇത് ഇന്ന് നമ്മൾ വെട്ടിയ വാഴക്കൊലയാ. അപ്പം തന്നെ പടല അറുത്തു. പടല അറുത്തു. ഇനി ഇന്ന് തൊട്ട് ഇവിടെ വാഴയ്ക്കാൻ തോരൻ, വാഴിക്കാൻ മെഴുക്ക് പുരട്ടി, അങ്ങനെ പോകും. ഇന്ന് ക്ലീനിങ് മാത്രമല്ല, ഞങ്ങളൊരു സാധനം നടുവ് കൂടെ ചെയ്തു. നമ്മുടെ വീട്ടിൽ ഇല്ലാണ്ടിരുന്ന ഒരു സാധനമാണ് മൾബറി. അങ്ങനെ ഒരു കൊച്ചു മൾബറി നമ്മളിവിടെ നട്ടിട്ടുണ്ട്. നമ്മുടെ കപ്പയെല്ലാം പറിച്ചല്ലോ, അതുകൊണ്ട് ഇനി കപ്പ ഇല്ലാണ്ട് വരരുത്. അതുകൊണ്ട് 6 ചോട് കപ്പ കൂടെ നമ്മൾ ഇപ്രാവശ്യം നട്ടു.